NTM ഇൻഫോ ടിപ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. PM കിസാൻ സമ്മാൻ നിധിയുടെ 23ാമത് ഗഡുവിന്റെ വിതരണം കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചതിന്റെ സന്തോഷ വാർത്തയാണ് ഇന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. വിതരണ തീയതി, തുക അക്കൗണ്ടിലെത്തുന്ന സമയം, കർഷക ഐഡിയുമായും EKYCയുമായും അക്കൗണ്ടുകൾ DBT എനേബിൾ ആയിരിക്കുന്നതിന്റെ ആവശ്യകതയും ഉൾപ്പെടെയുള്ള ഗുണഭോക്താക്കൾ അറിഞ്ഞിരിക്കേണ്ട എല്ലാ കാര്യങ്ങളും ഉൾക്കൊള്ളിച്ചിട്ടുള്ളതിനാൽ വീഡിയോ പൂർണ്ണമായും കാണുക. ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുവാനും വീഡിയോ ലൈക്ക് ചെയ്ത് സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുവാനും മറക്കാതിരിക്കുക. കിസാൻ സമ്മാൻ നിധിയുടെ 23ാമത് ഗഡുവിന്റെ വിതരണം കേന്ദ്ര സർക്കാർ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചു. അർഹരായ കർഷകർക്ക് 2000 രൂപ അവരുടെ ബാങ്ക് അക്കൗണ്ടിൽ നേരിട്ട് DBT ട്രാൻസ്ഫർ വഴി എത്തിച്ചേരും. കിസാൻ നിധിയുടെ 23ാമത് ഗഡു 9,44 ലക്ഷം കർഷകർക്ക് ലഭിക്കും. ഇവർക്ക് 2000 രൂപ വീതം നൽകുവാൻ 18,880 കോടി രൂപ കേന്ദ്ര സർക്കാർ അനുവദിച്ചു. 4 മാസം കൂടുമ്പോൾ 2000 രൂപ വീതം വർഷത്തിൽ 3 തവണയായി 6000 രൂപയാണ് കിസാൻ സമ്മാൻ നിധിയിലുള്ള കർഷകരുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് DBT ട്രാൻസ്ഫറിലൂടെ കേന്ദ്ര സർക്കാർ നേരിട്ട് നൽകുന്നത്. എല്ലാ വർഷവും ഏപ്രിൽ മാസം മുതൽ ജൂലൈ മാസം വരെയുള്ള 4 മാസമാണ് ആദ്യത്തെ ഗഡു നൽകുന്നത്. ഓഗസ്റ്റ് മാസം മുതൽ നവംബർ മാസം വരെയുള്ള 4 മാസ കാലയളവിനുള്ളിൽ രണ്ടാമത്തെ ഗഡുവും നൽകും. ഡിസംബർ മുതൽ മാർച്ച് വരെയുള്ള 4 മാസ കാലയളവിലാണ് 3ാമത്തെ ഗഡു കേന്ദ്ര സർക്കാർ നൽകുന്നത്. പൊതുവെ ഓരോ ഗഡുവും 3ാം മാസമോ അല്ലെങ്കിൽ 4ാം മാസമോ ആണ് കർഷകരുടെ അക്കൗണ്ടുകളിൽ എത്തിച്ചേരുക. 2026 ഏപ്രിൽ മുതൽ ജൂലൈ വരെയുള്ള 4 മാസത്തെ ഗഡുത്തുകയായ 2000 രൂപയാണ് 23ാമത് ഗഡുവായി കേന്ദ്ര സർക്കാർ ഇപ്പോൾ വിതരണം പ്രഖ്യാപിച്ചിരിക്കുന്നത്. ജൂൺ മാസം 20ാം തീയതിയാണ് 23ാം ഗഡുവിന്റെ വിതരണം ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. പശ്ചിമ ബംഗാളിലെ ഹൂഗ്ലിയിൽ വെച്ചാണ് പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി നേരിട്ട് 23ാമത് ഗഡുവിന്റെ വിതരണ ഉദ്ഘാടനം നിർവഹിക്കുക. ജൂൺ 20ാം തീയതി ശനിയാഴ്ച വൈകിട്ട് 3:45 തുക വിതരണം പ്രധാനമന്ത്രി ഒരു സ്വിച്ച് ഓൺ കർമ്മത്തിലൂടെ നിർവഹിക്കുക. അതോടെ രാജ്യത്തെ 9,44 ലക്ഷത്തോളം വരുന്ന കർഷകരുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് 2000 രൂപ വീതം എത്തിച്ചേരുവാൻ തുടങ്ങും. ബാങ്കിംഗ് സിസ്റ്റത്തിലെ തിരക്ക് ഒഴിവാക്കുവാൻ ബാച്ച് ആയിട്ടായിരിക്കും തുക വിതരണം ചെയ്യുക. അതിനാൽ മണിക്കൂറുകളുടെ ഇടവേളകളോ ചിലർക്കെങ്കിലും 1-2 ദിവസമോ കഴിഞ്ഞായിരിക്കും അക്കൗണ്ടിൽ തുക ക്രെഡിറ്റ് ആവുക. ഭൂരിഭാഗം പേർക്കും ശനിയാഴ്ച തന്നെ അക്കൗണ്ടുകൾ തുക എത്തിച്ചേരുന്നതാണ്. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ബാങ്ക് അക്കൗണ്ട് നമ്പർ അടിസ്ഥാനമാക്കിയല്ല കിസാൻ സമ്മാൻ നിധിയുടെ വിതരണം. പകരം ഗുണഭോക്താവിന്റെ ആധാർ നമ്പർ അധിഷ്ഠിതമായാണ് തുക വിതരണം ചെയ്യുന്നത്. അതിനാൽ ഒന്നിലധികം ബാങ്ക് അക്കൗണ്ടുള്ള ഗുണഭോക്താക്കളുടെ ആധാർ അപ്ഡേറ്റ് ആയിട്ടുള്ള ഏതെങ്കിലും അക്കൗണ്ടിൽ തുക ക്രെഡിറ്റ് ആകുവാൻ സാധ്യതയുണ്ട്. സ്ഥിരം തുക വരുന്ന അക്കൗണ്ടിൽ തുക എത്തിയതായി കണ്ടില്ലെങ്കിൽ നിങ്ങളുടെ മറ്റ് അക്കൗണ്ടുകളും ചെക്ക് ചെയ്യുവാൻ മറക്കരുത്. PM കിസാൻ പദ്ധതിയിൽ രജിസ്റ്റർ ചെയ്ത കർഷകരിൽ ചിലർക്ക് EKYC ചെയ്യുവാനുള്ള നിർദ്ദേശം വന്നിട്ടുണ്ട്. അങ്ങനെയുള്ളവർ EKYC പൂർത്തിയാക്കേണ്ടതുണ്ട്. PM കിസാൻ പോർട്ടൽ വഴി OTP ഉപയോഗിച്ചോ അടുത്തുള്ള അക്ഷയ CSC കേന്ദ്രങ്ങൾ വഴി ബയോമെട്രിക് രീതിയിലോ EKYC പൂർത്തിയാക്കാവുന്നതാണ്. 2019 ഫെബ്രുവരി 1 ശേഷം ഭൂമിയുടെ ഉടമസ്ഥാവകാശം നേടിയ കർഷകർക്ക് കിസാൻ നിധി ആനുകൂല്യത്തിന് അർഹതയുണ്ടായിരിക്കുന്നതല്ല. ഒരു കുടുംബത്തിൽ നിന്ന് ഒന്നിലധികം പേർ, ഉദാഹരണത്തിന് ഭർത്താവും ഭാര്യയും അല്ലെങ്കിൽ അച്ഛനും മകനും ആനുകൂല്യം കൈപ്പറ്റാൻ പാടില്ല. PM കിസാൻ സമ്മാൻ നിധിയിൽ അംഗങ്ങളായവരെല്ലാം കേന്ദ്ര സർക്കാരിന്റെ അഗ്രി സ്റ്റാക്ക് കർഷക രജിസ്ട്രിയിൽ പേര് ചേർത്ത് ഒരു കർഷക ID നമ്പർ എടുക്കണമെന്ന് കേന്ദ്ര സർക്കാർ നേരത്തെ ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ ധാരാളം പേർ ഇനിയും കർഷക ID എടുക്കാനുള്ളതിനാൽ ഇത്തവണ കിസാൻ നിധി ആനുകൂല്യം ലഭിക്കുന്നതിന് കർഷക ID നിർബന്ധമാക്കിയിട്ടില്ല. അതിനാൽ നിലവിൽ കർഷക ID ഇല്ലാത്തവർക്കും 20ാം തീയതിയിലെ 23ാമത് ഗഡു തുക അക്കൗണ്ടിൽ എത്തിച്ചേരുന്നതാണ്. സംസ്ഥാനത്ത് 30 ലക്ഷത്തോളം ഗുണഭോക്താക്കൾ ഈ പദ്ധതിയിൽ അംഗങ്ങളാണ്. അതിൽ ഇനിയും ഒട്ടേറെ പേർക്ക് കർഷക ID ലഭിക്കുവാനും ഉണ്ട്. അതിനാൽ ഇത്തവണത്തെ ഇളവ് അവർക്കെല്ലാം ആശ്വാസപ്രദമാണ്. കിസാൻ നിധിയുടെ ആനുകൂല്യം വിതരണം ചെയ്യുന്നത് DBT ട്രാൻസ്ഫർ വഴി ആയതിനാൽ ഗുണഭോക്താക്കളുടെ ബാങ്ക് അക്കൗണ്ടുകൾ DBT എനേബിൾ ആയിരിക്കേണ്ടതാണ്. അല്ലാത്തപക്ഷം വരുന്ന തുക തിരികെ പോകുവാൻ സാധ്യതയുണ്ട്. അക്കൗണ്ടുകളിൽ തുക വരാത്തവർ ഇക്കാര്യം കൂടി ഒന്ന് ചെക്ക് ചെയ്യേണ്ടതുണ്ട്. PM കിസാന്റെ ഗുണഭോക്തൃ ലിസ്റ്റിൽ നിങ്ങളുടെ പേരുണ്ടോ എന്ന് എങ്ങനെ പരിശോധിക്കാമെന്ന് കൂടി അറിഞ്ഞിരിക്കണം. pmkisan.gov.in എന്ന ഔദ്യോഗിക വെബ്സൈറ്റ് സന്ദർശിക്കുക. അവിടെ ഫാർമേഴ്സ് കോർണർ എന്ന ഭാഗത്തിന് താഴെയുള്ള ബെനിഫിഷ്യറി ലിസ്റ്റ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. നിങ്ങളുടെ സംസ്ഥാനം, ജില്ല, സബ് ജില്ല, ബ്ലോക്ക്, ഗ്രാമം എന്നിവ തിരഞ്ഞെടുക്കുക. ശേഷം ഗെറ്റ് റിപ്പോർട്ട് ക്ലിക്ക് ചെയ്താൽ ലിസ്റ്റ് കാണാം. നിങ്ങളുടെ അക്കൗണ്ട് സ്റ്റാറ്റസ് അറിയുന്നതിനായി PM കിസാൻ വെബ്സൈറ്റിലെ നോ യുവർ സ്റ്റാറ്റസ് എന്ന ഓപ്ഷൻ തിരഞ്ഞെടുക്കുക. നിങ്ങളുടെ രജിസ്ട്രേഷൻ നമ്പറും സ്ക്രീനിൽ കാണുന്ന ക്യാപ്ച കോഡും നൽകുക. ഗെറ്റ് OTP ക്ലിക്ക് ചെയ്യുമ്പോൾ രജിസ്റ്റർ ചെയ്ത മൊബൈൽ നമ്പറിലേക്ക് വരുന്ന OTP നൽകിയാൽ അക്കൗണ്ട് വിവരങ്ങൾ അറിയാം. PM കിസാനിൽ പുതിയതായി രജിസ്റ്റർ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് വെബ്സൈറ്റിലെ ന്യൂ ഫാർമർ രജിസ്ട്രേഷൻ എന്ന ഓപ്ഷൻ വഴി ആധാർ, മൊബൈൽ നമ്പറുകൾ നൽകി അപേക്ഷിക്കാവുന്നതാണ്. വളരെ പ്രധാനപ്പെട്ട ഈ ഇൻഫർമേഷൻ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും ഗ്രൂപ്പുകളിലേക്കും ഷെയർ ചെയ്യുക. ഇതുപോലുള്ള ഇൻഫർമേഷനുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഉപയോഗിക്കുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.